മുറികളിൽ സാറ് പറഞ്ഞു തുടങ്ങി മക്കള് ഞങ്ങൾക്ക് അച്ഛനും അമ്മയും വേണമെന്ന്, അമ്മയുടെ കൂടെ പോകണം അച്ഛൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യം ഇപ്പൊ പല കോടതി മുറികളിലും കുടുംബ കോടതിയിൽ പറഞ്ഞു തുടങ്ങി എനിക്ക് അച്ഛനും വേണം അമ്മയും വേണമെന്ന്. ആ സാഹചര്യം എത്തിയിട്ടുണ്ട്. പക്ഷെ ആ മക്കളെ പൂർണ്ണമായിട്ടും ഈ സമൂഹത്തിൽ ആവശ്യമാണ് നമുക്ക്. ഇനി വരും തലമുറയുടെ അമരക്കാരവരാണല്ലോ, കുഞ്ഞുങ്ങളാണല്ലോ. ആ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കേണ്ട സാർ പറഞ്ഞതുപോലെ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ നല്ല ഒരു രീതിയിൽ അവരെ എങ്ങനെയാണ് ഒരു സ്റ്റഡി ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് ബോധവൽക്കരിക്കേണ്ടത്, സമൂഹത്തിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയാൻ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവസരം ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ക്ലാസ്സും സ്റ്റഡിയും സ്കൂൾ തലത്തിലും മറ്റ് കൗൺസിലിങ്ങും ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അതിനുവേണ്ടി ഞാനും ഉൾപ്പെടുന്ന ഒരു സംഘം, ഞങ്ങളുടെ മഹിളാ ജനതയുടെ പ്രവർത്തകർ അതിനുവേണ്ടിയുള്ള ആലോചനയും മുന്നോട്ട് പോകും. സാർ പറഞ്ഞത് എനിക്ക് വളരെ റെക്ക് ചെയ്തു. ആരുമില്ലാത്ത കുട്ടികള് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതെ, എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ആരെങ്കിലും ഒക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ അല്ലേ? അതെ. അപ്പം അങ്ങനെ ആരും ഇല്ലെന്നോർത്ത് ആറ്റിച്ചാടാനോ കുളത്തിൽ ചാടാനോ അല്ല കയറി കൊണ്ട് ജീവൻ അവസാനിക്കാനോ അല്ല കുഞ്ഞുങ്ങൾ അല്ല. അതൊരു ബോധവൽക്കരണം കുട്ടികളുടെ ഇടയിൽ തന്നെ ആരംഭിക്കണം. ലഹരിക്കെതിരെ ഉള്ള ബോധവൽക്കരണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതും. നമ്മളിപ്പോ രണ്ട് സിറ്റുവേഷൻ കഴിഞ്ഞു. ജിസ്മോടെ കഴിഞ്ഞു, ഷൈനിയുടെ കഴിഞ്ഞു. ഇനി ഇതിപ്പോ അത് കുട്ടികളുടെ ഇടയിൽ അങ്ങനെയല്ല. അമ്മയെ പാടില്ല, അരുത് അമ്മയെന്ന് പറയാൻ. അമ്മ പറയുന്ന പോലെ ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയാനും അവരെ തടയാനും കുട്ടികൾ മുൻകൈ എടുക്കണം. അതെ, പാഠ്യപദ്ധതിയിലുള്ള അതെ. ഇപ്പൊ നമ്മൾ ആദ്യമൊക്കെ മുറവിളി കൂട്ടിയാറും സെക്സിലി ഹറാസ് ചെയ്യുന്ന കുട്ടികൾക്ക് അതും ബോധവൽക്കരണം കൊടുക്കും. ഇതാണ് അരുതെന്ന് പറയാനുള്ള ആർജം ആ കുട്ടികൾ കാണിക്കുന്നതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അത് വർഷങ്ങളായി നമ്മൾ പറയുന്നു. അത് എത്രമാത്രം ഇപ്പോൾ സക്സസ്ഫുൾ ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടേക്കോ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും ഇപ്പോഴും ഓരോ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാർ പറഞ്ഞത് അതിൽക്കും മീതിയാണ് ഒരു ജീവിക്കാനുള്ള അവർ ധാരണം. ഇപ്പൊ ഈ കാണുന്നതൊന്നും അല്ല ലോകം. ഇനി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും സ്വാതന്ത്ര്യമായിട്ട് അവരെ വളർത്തുകയും അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും സ്വാതന്ത്ര്യമായി ചിന്തിക്കുന്ന ഒരു അച്ഛനും അമ്മയും ആയി തീരണമെന്ന് മക്കൾ ഉപദേശിക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് സാർ ചിന്തിച്ചത്. തീർച്ചയായും നല്ലൊരു മെസ്സേജാണ് സാർ പറഞ്ഞത്. ആ മെസ്സേജ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ പ്രവർത്തക എന്ന നിലയിൽ എന്നെ കൊണ്ട് കഴിയുന്നതായ ഞങ്ങൾ എല്ലാവരും കൂടി അത് ആലോചിക്കുന്നതായിരിക്കും. പക്ഷേ സ്കൂൾ തലത്തിലും എനിക്കൊരു മരണമുണ്ട്. അതെ, പക്ഷെ ഞാൻ മരിക്കുന്നതോടൊപ്പം എന്റെ ഭാര്യയും മകനും മരിക്കണമെന്ന് പറയാൻ പാടില്ല. അവർക്ക് ജീവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നിടത്തോളം ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ജീവിക്കാൻ അവർക്ക് അർഹതയുണ്ട്. അല്ല ഞാനായിട്ട് തടയാൻ പാടില്ല. അപ്പൊ അത് ബോധവൽക്കരിക്കേണ്ടത് കുട്ടികളുടെ ഇടയിലാണ്. ആ ഒരു ബോധവൽക്കരണം ഇനി നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. തീർച്ചയായും ഈ രണ്ട് കേസും തെളിയിക്കുന്നു. 100%. ജിസ്മോളുടെയും അല്ല ഷൈനി പിടിച്ചു വലിച്ചുകൊണ്ട് പോയപ്പോ ആ മക്കൾക്ക് ഒരു പക്ഷെ അരുത് അമ്മ എന്ന് പറയാമായിരുന്നു. ജിസ്മോളുടെ കാര്യം ഹാർപ്പിക്ക് കഴിച്ച് ഒരുപാട് ദുരൂഹതയാണ്. കാരണം ഇത്രയും ദൂരെ എങ്ങനെ രണ്ട് പിള്ളേർ തന്നെയല്ല ഒരു വയസ്സും 2 മാസമായ കുട്ടികൾ എങ്ങനെ സ്കൂട്ടറിൽ ഇരുത്തി എങ്ങനെ കൊണ്ടുപോകും? തന്നെയല്ല കൈ മുറിച്ചൊരു സ്ത്രീക്ക് 3 കിലോമീറ്റർ എങ്ങനെ ഓടിക്കാൻ പറ്റും? ഒരു CCTV ക്യാമറ ഒരു തുള്ളി ബ്ലഡ് പോലും സ്കൂട്ടറിൽ ഇല്ല. അപ്പൊ കൈ മുറിഞ്ഞ ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ സ്കൂട്ടറെ സാധാരണഗതി ബ്ലഡ് വീഴേണ്ടതാണ്. അതെ, തന്നെയല്ല പോയ വഴിക്കുള്ള CCTV ദൃശ്യങ്ങളിലൊന്നും ഷൈനിയുടെ സ്കൂട്ടറോ ഷൈനിയോ പിള്ളേരോ കാണുന്നില്ല. അതും അതിനകത്ത് പറയുന്നുണ്ടല്ലോ ന്യൂസില്. അപ്പൊ അതൊക്കെ അത് തന്നെയല്ല കൊച്ചു പിള്ളേർക്ക് പെട്ടെന്ന് വിഷാംശങ്ങളൊക്കെ വയറ്റി ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അഫക്റ്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടാകും. ഇതൊന്നും കാണില്ല. കാർപ്പിക എങ്ങനെ വായിലേക്ക് കഴിച്ച് പിള്ളേർ കഴിക്കാൻ പറ്റും? പറയുന്നതിലൊരു ഔചിത്യമില്ലാത്തൊരു വർത്തമാനമാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് അത് കൊടുത്തു, പോലെ ഐസ്ക്രീമിനകത്തോ മറ്റേതിനകത്തോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സാമാന്യ രീതി മനസ്സിലാക്കാൻ പറ്റും. ടോബിക്ക് ജാമ്യം കിട്ടിയതിന് പിന്നിൽ ശരിയായിട്ടും പോലീസിന്റെ അനാസ്ഥ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പോലീസിന്റെ ഉണ്ട്, പാർട്ടി ലെവലില് അതില് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം അതിനകത്ത് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയം, അത് തൊടുപുഴത്തെ രാഷ്ട്രീയം നന്നായിട്ടും ഇതിന് നോബിക്ക് സൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് കോടതിയിൽ പറഞ്ഞത്, കോടതിയിൽ വക്കീല് ധീരഘോരം വാദിച്ചു, ഇങ്ങനെ അവളോട് നീയും കുട്ടികളും പോയി ആത്മഹത്യ ചെയ്യൂ എന്ന് വാദിച്ചു. വക്കീല് രേഖ ചോദിച്ചപ്പോൾ രേഖയില്ല. ഒരാൾ വേഗമായിട്ട് വന്നിട്ട് ജഡ്ജിയോട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജി അതെടുത്ത് എഴുതി വെച്ച് നമ്മളിപ്പോ എന്ത് വെച്ച് നമ്മൾ ഈ നീതിന്യായ വ്യവസ്ഥയാണ് നമ്മൾ ഈ സാധാരണക്കാരൻ ചോദ്യം ചെയ്യുന്നത്. എന്ത് നിയമമാണ് നമ്മുടെ നിയമത്തിന്റെ കുഴപ്പമല്ലല്ലോ. നമ്മുടെ നിയമം വ്യാഖ്യാനിച്ച് ഇവന്മാർ കൊണ്ടുപോയി ഓരോരുത്തരെ കുരുതി കൊടുക്കുന്നതിന്റെ പ്രയാസമല്ലേ? കാരണം ഇങ്ങനെ വേഗമായിട്ട് ഇങ്ങനെ ഒരു പോലീസുകാരൻ അന്വേഷണത്തിൽ കണ്ടെത്തി, അതുകൊണ്ട് അവൻ മൊഴി നൽകി. ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരു കോടതിക്ക് തന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് തെളിവുകൾ കൊണ്ടെന്ന് പോലീസ് സബ്മിറ്റ് ചെയ്യണം. അല്ലാതെ ഇയാൾ പറയാണ് ഇയാള് പോലീസിൽ സമ്മതിച്ചു അത്രേ. ഇയാള് ഏറ്റുമാനൂർ പോലീസ് ചോദിച്ചപ്പോൾ പോലീസിനോട് പറഞ്ഞു
ഞാൻ എൻ്റെ ഭാര്യയോടും കുട്ടികളോടും ഇങ്ങനെ ഫോൺ ചെയ്തപ്പോൾ നീ മക്കളും പോയി ചത്തൂടെ എന്ന് പറഞ്ഞു. അതിലിപ്പോൾ പ്രചോദനം അവർക്ക് അതായിരിക്കും അവർക്ക് എഫക്റ്റ് ചെയ്തത് എന്ന് ആൾ കുറ്റസമ്മതം നടത്തി. അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജഡ്ജിയാണ്, നിങ്ങൾ ജാമ്യം കൊടുക്കാതിരിക്കും. എന്നിട്ട് നമ്മൾ ഈ സമൂഹം ഇരുന്നിട്ട് പറയാണ് ആ ജഡ്ജിയും പൈസ വാങ്ങിച്ചു കാണും, ആ കോടതിയും പൈസ വാങ്ങിച്ചു കാണും, ഇവിടുത്തെ നിയമം മോശമാണ്. സത്യത്തിൽ ഇത് എവിടെയാണ്? അല്ല, ഇത് നമ്മൾ ബോധവൽക്കരിച്ചു കൊടുക്കണ്ട ജനങ്ങളുടെ മുന്നിലേക്ക്. കോടതിയോ ഇവിടുത്തെ നിയമമോ അല്ല, ഇതിനെ നമ്മള് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ്. ഈ കസേരയിൽ ഇരുന്ന് എഴുതുന്ന ആള് മനുഷ്യനാണ്, അവർക്ക് സാമാന്യ ബോധവും ജ്ഞാനവും ഉള്ള ആളാണ്. അയാൾക്കറിയാം ഈ എഴുതാൻ പോകുന്നത് ഇവന് ജാമ്യം കൊടുക്കാൻ പാടില്ലാത്തതാണ്, എൻ്റെ മോളെപ്പോലൊരു മോളാണ് ആ ഷൈനി എന്ന് അറിയാൻ വയ്യാത്ത ആളല്ല ഈ ജഡ്ജി. പക്ഷെ ജഡ്ജിക്ക് എഴുതണമെങ്കിൽ ജഡ്ജിക്ക് അടി പേപ്പർ വെക്കണം, ഡോക്യുമെന്റ്സ് വേണം. അല്ലെങ്കിൽ ഇത് മേളത്തെ കോടതി ചെല്ലുമ്പോൾ ആരുടെ വലിച്ചു കീറി കളയുമ്പോൾ അങ്ങർക്ക് അദ്ദേഹം എഴുതിയ പേപ്പറിന് വിലയില്ലാതാവും. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹം ഇതുവരെ പുലർത്തിക്കൊണ്ടുപോകുന്ന ഒരു നീതിബോധമുണ്ട്, അത് പുറത്തേ പറ്റൂ അല്ലേ? അതല്ലേ സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഈ കേസിനെ കൈകാര്യം ചെയ്താല് നമുക്ക് ഇതെങ്ങനെ ഷൈനിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും? ഇതിനകത്ത് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാവുന്നത് ട്രീറ്റ്മെന്റിന്റെ കോപ്പികളും അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ നേർമൊഴിയായി കൂടെ വാമൊഴിയായിട്ട് കുര്യാക്കോസായിട്ടും പറയാൻ പറ്റും. അതിന് ട്രീറ്റ്മെന്റ് നടത്തിയതിന്റെ പ്രിസ്ക്രിപ്ഷനും ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന മരുന്ന് എഴുതാൻ പറ്റുന്ന എന്നുള്ളത് കോടതി അന്വേഷിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് ബോധ്യപ്പെടുമല്ലോ. കുര്യാക്കോസ് ചേട്ടനെ 56 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാനും സോണിയും കൂടെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുമ്പോൾ നടന്ന് കാല് വയ്യാതെ നടന്ന് ഏന്തി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങള് അദ്ദേഹത്തോട് ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്റെ മോള് മരിച്ചിട്ട് 56 ദിവസമായി, ഇന്ന് വരെ എന്റെയും ഭാര്യയുടെയും മൊഴിയെടുത്തില്ല, എനിക്ക് 16 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. അതെന്തൊരു ഗതികേടാണ്. 70 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്റെ മൊഴി എടുത്തില്ല, എന്റെ മൊഴി വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നേ പോയി നിൽക്കേണ്ട. അദ്ദേഹത്തിന് ഒരു കോടീശ്വരനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് SP എന്ന് മൊഴി എടുത്തോട്ട് പോരത്തില്ലേ? ഇവിടെ എങ്ങനെ നീതി കിട്ടാനാ പറയാ? ഇവിടെ എങ്ങനെ നീതിയാണ്? എങ്ങനത്തെ നീതിയാണ്? നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥയുടെ പാപ്പരുത്തമാണത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാശുള്ളവന് എന്തോ ആവാന്നൊരു പൊതു തത്വം കിടക്കാണ്. സാമ്പത്തികം എടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് തെറ്റ് ചെയ്താലും സാമ്പത്തികം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മായ്ച്ചു കളയാനായിട്ട് നമ്മുടെ ഉന്നത അധികാരികൾ വരെ നമുക്ക് കൂട്ടു നിൽക്കണം എന്നൊരു കാലഘട്ടമായി മാറി. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ നമ്മളൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു തത്വമായി മറുപടിയല്ല, അതൊരു ഉപദേശമായിട്ട് എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സുഹൃത്തിന്റെ ഭാര്യനെ തല്ലുമ്പോൾ സുഹൃത്ത് കണ്ടു നിന്നു. നേരെ മറിച്ച് പഴയ കാലത്ത് നമ്മുടെ ഇതുണ്ട് ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ടെന്ന്. അപ്പൊ എന്ത് കാര്യം ചെയ്യണം? നമ്മുടെ സുഹൃത്ത്, ഇപ്പൊ ഞാനും സണ്ണി സാറൊക്കെ ആയിട്ട് നമ്മളെപ്പോലെ നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. ചില സ്ത്രീകള് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിലുപരി കുറെ പൂച്ചകളെ കെട്ടിപ്പിടിച്ച കടക്കള മുഴുവൻ പൂച്ചയായി. മനസ്സിലായില്ലേ? പട്ടിമൂച്ചയൊക്കെ ഉണ്ട്. അവരിങ്ങനെ എത്ര വേണം ദേഹത്ത് ഇട്ട് കിടക്കുക, കെട്ടിപ്പിടിച്ച് കിടക്കുക, ഇതൊക്കെ അതിന്റെ ഒരു അല്ല, അത് ചില വ്യക്തികളുടെ മാത്രമായിട്ട് മാറണം. ഈ ഇന്നത്തെ പെൺകുട്ടികൾ ഇതിനെ വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ കൂടെയാണ് ഇതൊക്കെ. കാരണങ്ങളുടെ പീഡനങ്ങൾ. അതാണ് ആ സാർ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. കാരണം ഇതിന് വിവാഹബന്ധം വേണ്ട എന്ന് പറയുന്നത് അവർക്ക് ആർക്ക് പുരുഷന്മാരോട് വിരോഗം വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഫെമിനിസ്റ്റുകളെല്ലാം വൈരാഗ്യങ്ങളാണ്, അതാണ് ഇതാന്നൊക്കെ പറയും. അത്രേ ഉള്ളൂ. തീർച്ചയായും പുരുഷന്റെ ഒരു കെയറിങ്ങും ഇതൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പിന്നെ സ്ത്രീ എന്നെ സംബന്ധിച്ചിടത്തോളം സ്നേഹമാണ് അവരാഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ സ്നേഹം വളരെയേറെ തുല്യമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, കിട്ടാൻ ആഗ്രഹിക്കും. പക്ഷേ ഏത് തലത്തിൽ എവിടെ നിന്ന് കിട്ടുന്നത്? അതാണ് നിങ്ങൾ ഈ പറയുന്ന ഡിപ്രഷനിലേക്കും മാനസിക രോഗത്തിലേക്കും നിരാശ രോഗത്തിലേക്കൊക്കെ ഒരു പരിധി വരെ കാരണം. ഒരു പരിധി വരെ അവരെ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ആ സ്ത്രീ എന്ന നിലയിൽ അവർക്ക് പിന്നെ ശൂന്യതയാണ്. ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഏകയായിരിക്കുന്ന പല സ്ത്രീകൾ നമ്മൾ കാണാറില്ലേ, പല സ്ഥലത്തും പോയിരിക്കുന്നു. അവർക്ക് ഇതാണ് മറ്റാണ് മറിച്ച് എന്നൊക്കെ പറഞ്ഞാൽ പോലും അവൾ ഇത് ചിന്തിക്കുന്ന പല കാര്യങ്ങൾ അവർ നൊസ്റ്റാൾജിയ പുറകിലോട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ ഉൾപ്പെടെ പോകാറുണ്ട്. നമുക്ക് ഇതിലൊക്കെ എഴുതാൻ പറ്റുന്നത് ഇങ്ങനെ പുറകിലോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ നല്ലൊരു കാഴ്ചപ്പാടും നല്ലൊരു വെളിച്ചവും കിട്ടാറുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളത് ഇങ്ങനെ തൂലികയിലാക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ച് പിരിമുറുക്കം കുറയുന്നു. ഇത് കഴിയാത്തവരിൽ ആ പിരിമുറുക്കം അവിടെ തന്നെ ഉള്ളപ്പം സ്ത്രീ വളരെ അടിതെറ്റിൽ അന്യം വീഴുന്നു പറഞ്ഞു സ്ലിപ്പായി പോകുന്നുണ്ട് സാർ. അത് അപൂർവമാണ്. അത് ഞങ്ങളിവിടെ വന്ന് ഇവരുമായിട്ട് സംസാരിക്കാൻ ഇട വന്നു. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെയധികം ഷൈനിമാർ ഈ ലോകത്തുണ്ട്.
അവരെല്ലാം നോക്കിയിരിക്കുന്ന ഒരു കേസാണ് ഷൈനിയുടെ കേസ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ വക്കീലന്മാരോ ഈ കേസിലൊക്കെ താല്പര്യത്തോടെ ഷൈനിക്ക് ഒരു നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെങ്ങന്മാരും ഒക്കെ, നമ്മുടെ സഹോദരിമാരൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ ഇതേപോലെ ഓരോ ഷൈനിമാരായി മാറാതിരിക്കണമെങ്കിൽ ഇവിടെ ഈ ഷൈനിക്ക് നീതി കിട്ടേണ്ടതുണ്ട്. ഈ ഷൈനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങളുടെ ചാനലിനെ സംബന്ധിച്ചാൽ ഞങ്ങൾ ചില പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അതിൻ്റെ അവസാനം കാണുന്നത് വരെ ഞങ്ങൾ ആ കേസിൻ്റെ കൂടെ ഉണ്ടാകും. അത് ഞങ്ങളെ ഈ റംസി കേസ് ഉൾപ്പെടെ കൊട്ടിയത്തുള്ള റംസി കേസ് ഉൾപ്പെടെ ഇപ്പോഴും ഞങ്ങളാണ് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതും അവരെ കേസിൻ്റെ കാര്യങ്ങൾ അറിയുന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ഭാര്യ, നല്ലൊരു ഭാര്യ, 2-3 കുട്ടികളുടെ അമ്മ, വളരെ അധ്വാനിയായ ഒരു കർഷക സ്ത്രീ, വളരെ ഒരു നേഴ്സ്, അങ്ങനെ എല്ലാ വിധത്തിലും സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി. എന്തെല്ലാം നമ്മുടെ ആരോപണങ്ങൾ അവൾ ഇത്രയും ചവിട്ടി മെതിക്കപ്പെട്ടത് എന്തിനാണ് എന്ന ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അവരെക്കുറിച്ച് അവരൊരു മോശം ഭാര്യയാണ് എന്നോ മോശമായ സ്വഭാവം കയ്യിലുള്ള ആളാണെന്നോ ആരെങ്കിലും ആണുങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ അവർ അച്ഛനെയും അമ്മയും നോക്കാത്തവരാണെന്നോ കുട്ടികളെ നോക്കാത്തവരാണെന്നോ ഈ യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കാൻ അവരുടെ വശം ഇല്ല. എന്നിട്ടും ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇതൊരു മാതൃകയാണ്. ഷൈനിയോ ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ് ചേട്ടനോ അവരുടെ അമ്മയോ അവരുടെ കുഞ്ഞുങ്ങളോ എന്നതിനപ്പുറം ഇനി ഒരു ഷൈനി ഉണ്ടാകാതിരിക്കണം എന്ന് നമ്മൾ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സപ്പോർട്ടുകളും ആ കുടുംബത്തിനുണ്ടാവണം. വെറുതെ 70 വയസ്സുള്ള ഒരു മാതാവിനെയും പിതാവിനെയും വെറുതെ ഒന്നും അറിയാതെ നിങ്ങൾ ചവിട്ടിത്തേക്കരുത്. കാരണം ഞങ്ങൾ പോയതാണ്, ഞങ്ങൾ അറിഞ്ഞതാണ്, ആ അറിഞ്ഞ സത്യങ്ങളാണ് ഇവർ പലരും അവരെ നേരിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. അവർക്കെല്ലാം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇത് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങളിപ്പം കൺക്ലൂഡ് ചെയ്യുകയാണ്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.